Good evening all. Audio and video clear ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ SSCയുടെ ഫൈനൽ റൗണ്ട് റിവിഷൻ ആണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഓഡിയോ ആൻഡ് വീഡിയോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഷനിലേക്ക് പോവാം. ഓക്കെ, കമ്മിങ് ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് ആണ്. ESCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. അപ്പോൾ ESCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് SSCക്ക് അതുപോലെ തന്നെ ചോദിക്കാറുണ്ട്. സോ യുവർ ഫസ്റ്റ് ക്വസ്റ്റൻ ഇസ് മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അതായത് നമുക്ക് സ്ട്രെയിൻ എനർജി തന്നിട്ടുണ്ട്, ഗ്രാജുവലി അപ്ലൈഡ് ലോഡ്, പല തരത്തിലുള്ള ലോഡുകൾ ലിസ്റ്റ് 2 തന്നിട്ടുണ്ട്. യു ഹാവ് ടു മാച്ച് ഇറ്റ് ആൻഡ് ടെൽ. ഓക്കെ, മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്? ടൗ സ്ക്വയർ V by 2G, tau square V by 2E, sigma square V by 2E, integral 0 to L m square dx by 2E. Option D, tau square V by 4G. Axial load, shear load, torsional load, bending load. Comment ചെയ്ത ആൻസർ അറിയാവുന്നവര്? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. മാറ്റ് ഫോളോയിങ് ആണ്. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ടൗ സ്ക്വയർ V by 2G ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ ടൗ സ്ക്വയർ V by 2G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S4 എന്താണ് നമുക്ക് വരിക? ടൗ സ്ക്വയർ V ആകുമ്പോഴത്തേക്ക് ഷിയർ ലോഡ് ആണ്. സോ A വിൽ ബി 2. അപ്പൊ നമുക്ക് ഓപ്ഷൻ എയും സിയും എന്തായാലും ആൻസർ ആവത്തില്ല, ബിക്കോസ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇതിന്റെ തന്നെ തെറ്റിപ്പോയി. ദെൻ രണ്ടാമത്തെ എന്താ B പറഞ്ഞിരിക്കുന്നത്? B is സിഗ്മ സ്ക്വയർ V by 2E. അപ്പൊ അത് വരെ നമുക്ക് എന്താ സിഗ്മ വരുമ്പോൾ ആക്സൽ ലോഡ് ആയിരിക്കും. സോ B is 1. C എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ m സ്ക്വയർ ആണ്. സോ C is 4. ബെൻഡിങ് ലോഡ് ആണ്. Then torsional load ആണ് tau square V by 4G. So answer is option B വരും. A2, B1, C4, D3. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരെ. സ്ട്രെയിൻ എനർജിയും ഗ്രാജുവലി അപ്ലൈഡ് ലോഡും കൂടെ മാച്ച് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. ഓക്കെ, the next question, a bar of diameter 20 mm is subjected to a tensile load such that the measured extension on a gauge length of 150 mm is 0.08 millimeter and change in diameter is 0.0032 millimeter. The Poisson's ratio will be. പോയ്സൺസ് റേഷ്യോ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ബാറിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഗേജ് ലെങ്ത്തിൽ, ആൻഡ് ചേഞ്ച് ഇൻ ഡയമീറ്റർ ആൻഡ് പോയ്സൺസ് റേഷ്യോ. പോയ്സൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? പോയ്സൺസ് റേഷ്യോ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡയമീറ്റർ ബൈ ഒറിജിനൽ ഡയമീറ്റർ, ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, സോ ബൈ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പം ചേഞ്ച് ഇൻ ഡയമീറ്റർ എത്ര നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന? ചേഞ്ച് ഇൻ ഡയമീറ്റർ ഇസ് 0.0032 divided by original diameter is 20 mm. The whole divided by change in length എത്രയാണ്? 0.08 divided by gauge length is 150 mm. Calculate ചെയ്ത് പറഞ്ഞ ആൻസർ. Okay, so when you work out what will be your answer, നമുക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ A 0.3 വരും. ഓപ്ഷൻ A 0.3. Next question, an identified source of irrigation water has ion concentration of sodium, calcium and magnesium as 22, 12 and 7 milli equivalents per liter respectively. The SAR of this water will be. Sodium absorption ratio SAR ആണ് ചോദിച്ചിരിക്കുന്നത്. So SAR കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? സോഡിയം അബ്സോർപ്ഷൻ റേഷ്യോ SAR is equal to sodium ion concentration divided by root of എന്താണ്? കാൽസ്യം പ്ലസ് magnesium divided by 2. ഓക്കെ, അപ്പോൾ സോഡിയം അയൺ കോൺസെൻട്രേഷൻ എത്രയാണ്? നമുക്ക് 22 ആണ്. 22 divided by root of 12 plus 7 by 2.
ചെയ്യുമ്പോൾ എത്ര വരുന്നു എന്ന് പറ. ഓപ്ഷൻ ഡി 7.14. അടുത്ത ചോദ്യം, ആ ചാനൽ ഡിസൈൻഡ് ബൈ ലേസീസ് തിയറി ഹാസ് എ വെലോസിറ്റി ഓഫ് 0.69 മീറ്റർ പെർ സെക്കൻഡ്. ദ സിൽ ഫാക്ടർ ഇസ് 0.84. ദെൻ ഹൈഡ്രോളിക് റേഡിയസ് വിൽ ബി. സിൽ ഫാക്ടർ തന്നിട്ടുണ്ട്, വെലോസിറ്റിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ഹൈഡ്രോളിക് റേഡിയസ് എന്നാണ് പറഞ്ഞത് ലേസീസ് തിയറി വെച്ച്. സോ ഹൈഡ്രോളിക് റേഡിയസ് ഇസ് ഈക്വൽ ടു ആർ ഇസ് ഈക്വൽ ടു എന്ന് വരും നമ്മുടെ ഫോർമുല 2.5 v square by s. 2.5 into 0.67 square divided by 0.84. So when you work out എത്ര വരുന്ന നമുക്ക് ആൻസർ 1.34 മീറ്റർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, a flat plate of 0.25 meter square is pulled at 25 centimeter per second relative to another plate. ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് ഉണ്ട്, അതിന്റെ ഏരിയ തന്നിട്ടുണ്ട്, അത് വേറൊരു പ്ലേറ്റ് വിത്ത് റെസ്പെക്ട് ടു 25 സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് പുൾ ചെയ്യുന്നത്. ഫിക്സ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 0.05 സെന്റിമീറ്റർ ഫ്രം ഇറ്റ് within a fluid of viscosity 0.0015 Newton second per meter square, separating them. The power required to maintain the motion. Motion maintain ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ ആണ് ചോദിച്ചിരിക്കുന്നത്. ചെയ്തിട്ട് പറഞ്ഞേ, ഇത് കുറച്ച് പവർ വേണം, അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ലെങ്തി ആണ്. അപ്പൊ നമുക്ക് അറിയാം പവർ ഇസ് ഈക്വൽ ടു എന്താണ്, നമുക്ക് അറിയാവുന്ന റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ് പവർ. സോ ഫസ്റ്റ് ഫോഴ്സ് ആണ് വേണ്ടത്. അപ്പൊ ഇത് രണ്ട് പ്ലേറ്റ് ഉണ്ട്, വിസ്കോസിറ്റി ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി വെച്ചിട്ട് ഷിയർ സ്ട്രെസ് ആണ് ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് അറിയാവുന്ന ഫോർമുല എന്താണ്, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി വെച്ചിട്ട് ടൗ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du by dy. ഇത് ഷിയർ സ്ട്രെസ് ആണ്, ബട്ട് വി നീഡ് എന്താണ്, ഷിയർ ഫോഴ്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ്. ദാറ്റ് ഇസ് മ്യൂ ഇൻറ്റു du by dy ഇൻറ്റു a. ഓക്കെ, ഏരിയ ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാം. സോ ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ പവർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മ്യൂവിന്റെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്, 0.0015 അല്ലേ, 0.0015 ഇൻറ്റു du by dy. അതിന് നമുക്ക് വെലോസിറ്റി തന്നിട്ടുണ്ട് 25 ആണെന്ന്, 25 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എത്ര ആണ്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് പറഞ്ഞേക്കുന്നത് 0.05 സെന്റിമീറ്റർ. 0.05 ഇൻറ്റു ഏരിയ. ഏരിയ എത്ര നമുക്ക് തന്നിരിക്കുന്നത് 0.25 സെന്റിമീറ്റർ, സോറി മീറ്റർ സ്ക്വയർ. ഇൻറ്റു എന്താണ് നമുക്ക് വരിക, വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് 25 centimeter per second ആണ്. So 25 into 10 raised to minus 2. So when you do, you will get the power of 0.0489. And the option D very correct. Okay, അടുത്ത question, a pressure gauge fitted on the side of a tank filled with liquid reads 40 kilopascal and 80 kilopascal at a height of 9 and 4 meter. Then the approximate density of the fluid. ഇവിടെ ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ρg h ആണ്. ρg ഇൻറ്റു ശരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഹൈറ്റ് ഡയറക്റ്റ്ലി തന്നേക്കുന്നത്. ഓക്കെ, ഹൈറ്റ് h ഉള്ളൊരു ടാങ്ക് ആണ്, 9 മീറ്ററും 4 മീറ്ററിലുമാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രഷർ എടുത്തിരിക്കുന്നത്. സോ ρg ഇൻറ്റു എച്ച് നമുക്ക് എവിടുന്ന് നമ്മൾ മെഷർ ചെയ്യേണ്ടത്, ടോട്ടൽ എച്ച് ആണ്, ബോട്ടത്തിൽ നിന്നാണ്. സോ ടോട്ടൽ എച്ച് ആണ് ഹൈറ്റ് എങ്കിൽ 9 മീറ്റർ ഇവിടെ ആണ്, മോളിൽ നിന്നാണുള്ളത്. സോ
എച്ച് മൈനസ് 9 ആണ് നമുക്ക് എത്ര തന്നിരിക്കുന്നത് 40 കിലോ പാസ്കൽ 40 × 10⁻³ അതുപോലെ രണ്ടാമത്തെ റോ ജി ഇൻറ്റു എച്ച് മൈനസ് 4 ആണ് നമുക്ക് എത്ര തന്നിരിക്കുന്നത് 80 × 10⁻³ ഓക്കെ സോ 80/40 ഈസ് ഈക്വൽ ടു h minus 4 divided by h minus 9. Solve for h. h കിട്ടും നമുക്ക് കണ്ടെടുക്കേണ്ട ഡെൻസിറ്റി ആണ് സോ h എനിക്ക് തോന്നുന്നു സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് 2 is equal to h minus 4 by h minus 9. 2h minus 18 is equal to h minus 4. h is equal to 14 സെന്റിമീറ്റർ. ഇതിൽ നമുക്ക് എന്താ ഡെൻസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏതെങ്കിലും ഒരു ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ നമുക്ക് സെക്കൻഡ് ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റോ ജി ഇൻറ്റു എച്ച് മൈനസ് 4 എന്ന് പറഞ്ഞാൽ 14 മൈനസ് 4 ഇസ് ഈക്വൽ ടു 80 × 10⁻³. സോ ഇതിൽ നിന്ന് റോ കണ്ടുപിടിക്കാം. 815.49 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓപ്ഷൻ ബി. ഓക്കെ അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A summit curve is formed at the intersection of a 4% up gradient and 6% down gradient. To provide a stopping side distance of 130 meter, the length of the summit curve in meter needed. ഇപ്പോൾ ഇത് സമ്മിറ്റ് കർവിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, രണ്ട് ഗ്രേഡിയന്റ് എൻ വാല്യൂസ് തന്നിട്ടുണ്ട്. സോ നമ്മൾ എങ്ങനെയാണ് സ്റ്റോപ്പിംഗ് സൈഡ് നമ്മുടെ ലെങ്ത് കണ്ടുപിടിക്കുന്നത്? ലെങ്ത് ഗ്രേറ്റർ ദാൻ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ലെങ്ത് ഓഫ് ദ കർവ് ഇസ് ഈക്വൽ ടു n²/4.4. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ദാറ്റ് ഈസ് n എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുക? നമുക്ക് രണ്ട് ഗ്രേഡിയൻ്റൂടെ മൈനസ് ചെയ്യാം. ഇന്റർസെക്ഷൻ ഓഫ് അപ്പ് ഗ്രേഡിയന്റ് 4 മൈനസ് 6. കാര്യം എന്താണ്? ഡൗൺ ഗ്രേഡിയന്റ് നമ്മൾ ഓൾറെഡി ഒരു നെഗറ്റീവ് ഇട്ട് കൊടുക്കണം, അതായത് 10% ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു 10 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരും? 0.10 ഇൻറ്റു 130² ഡിവൈഡഡ് ബൈ 4.4. സോ എനിക്ക് തോന്നുന്നു കിട്ടുന്നത് 384.09. നമ്മൾ അങ്ങനെയാണ് അസ്യൂം ചെയ്തേക്കുന്നത്. ലെങ്ത് ഗ്രേറ്റർ ആണെന്നാണ് 0.09 മീറ്റർ. അത് തന്നെ കിട്ടിയില്ല. ലെങ്ത് ഗ്രേറ്റർ ദാൻ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് 130 ഉള്ളൂ, 384. ആൻസർ എന്തായിട്ട് എടുക്കാം? ഓപ്ഷൻ സി 384.09. കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യൂ. Okay, the question. It was noted that on a section of road, the free speed was 90 km/h and the jam density was 60 vehicles per kilometer. The maximum flow in vehicles per hour that could be expected on this road is assuming linear relation of speed and density. എന്താ കണ്ടുപിടിക്കേണ്ടത്? മാക്സിമം ഫ്ലോ, അതിൽ ക്യൂ മാക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്.
Qmax is equal to എന്ത് വരും നമുക്ക് VSF into KIJ divided by 4 വരും. ഫ്രീ സ്പീഡ് എത്രയാണ് 90 അല്ലേ 90 into jam density 60 divided by 4. So ആൻസർ എന്ത് വരും 1350. ഓപ്ഷൻ സി വരും നമ്മുടെ കറക്റ്റ് ആൻസർ. Next question, rectangular plot of 9 km square in area is shown on a map by a similar rectangular area of 1 cm square. A representative fraction of the scale to measure a distance of 30 km will be. അതായത് 9 km square നമുക്ക് ഒരു 1 km സ്ക്വയറിലാണ് അത്രയാണ് റെക്ടാങ്കുലർ ഏരിയ കാണിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്ലോട്ടാണ് 9, അത് നമ്മൾ സ്കെയിലായിട്ട് 1 ആണ് കാണിച്ചിരുന്നത്. അങ്ങനെയാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എത്രയാണെന്ന് ചോദിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഏരിയ ആയതുകൊണ്ട് സ്കെയിൽ എങ്ങനെ കണ്ടുപിടിക്കാം? റൂട്ട് ഓഫ് മാപ്പ് ഏരിയ ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ. മാപ്പ് ഏരിയ എത്ര നമുക്ക് തന്നിരിക്കുന്നത് 1 അല്ലേ 1 ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ 9. പക്ഷേ 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 9 കിലോമീറ്റർ സ്ക്വയറിനെ നമുക്ക് സെന്റിമീറ്ററിലേക്ക് ആക്കാം. മീറ്റർ സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് 10⁻³ നമുക്ക് 10⁻6 വരും. പിന്നെ ഒരു 2 സ്ക്വയർ 4 വരും. അപ്പം സെന്റിമീറ്റർ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ വേണ്ടി 10⁻³ 10⁻³ ഹോൾ സ്ക്വയർ 10⁻6 വരും. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റണം. അതായത് ന്യൂമറേറ്റർ സെന്റിമീറ്റർ ആണല്ലോ ഉള്ളത്. അപ്പോൾ ഇനി 10⁻³ ഹോൾ സ്ക്വയർ 10⁻10 വരും. അങ്ങനെയാണ് ഈ 10⁻10 വന്നത്. സോ നമുക്ക് എന്ത് വരും 1/3 × 10⁻5 വന്നത്. അപ്പോൾ സ്കെയിൽ കിട്ടും. സ്കെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? 30 സെന്റിമീറ്ററിന് വേണ്ടിയിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ഇസ് 30 കിലോമീറ്ററിന് വേണ്ടി ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, canal is proposed to be made in a soil having cohesion 30 kilonewton per meter square, phi is equal to 0 degree and void ratio 0.86, specific gravity 2.67. If there is sudden drawdown of water in the canal, then find maximum depth for cutting of side of slope 1:1. The factor of safety is to be 1:5. Take stability number 0.119. സ്റ്റെബിലിറ്റി നമ്പർ ആണ് നമുക്കിവിടെ നല്ല സ്റ്റെബിലിറ്റി നമ്പർ തന്നിട്ടുണ്ട്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ മാക്സിമം ഡെപ്ത് ഇൻ മീറ്റർ ഫോർ കട്ടിങ് അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ ഫോർമുല എന്താണ്? സ്റ്റെബിലിറ്റി നമ്പർ SN is equal to CM by gamma saturated into H. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് H ആണ് കണ്ടുപിടിക്കണം. ബിഫോർ ദാറ്റ് യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ഗാമ സാച്ചുറേറ്റഡ് അല്ലേ. ഗാമ സാച്ചുറേറ്റഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഗാമ സാച്ചുറേറ്റഡ് is equal to G plus E into gamma W divided by 1 plus E. ജിയുടെ വാല്യൂ എത്രയാണ്? 2.67 plus 0.86 into 10 divided by 1 plus 0.86. Okay, so when you do gamma saturated നമുക്ക് 18 something കിട്ടും. 18.5. ഇത് CM ആണ് വേണ്ട. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നിട്ടുണ്ട്. ഫാക്ടർ ഓഫ് സേഫ്റ്റി is equal to C/CM ആണ് അല്ലേ. ഫാക്ടർ ഓഫ് സേഫ്റ്റി എത്ര? നമുക്കിവിടെ 1.5 is equal to കൊഹഷന്റെ വാല്യൂ എത്രയാണ്? നമുക്ക് 30/CM. So from this you need to find out CM. CM value കണ്ടുപിടിക്കാം. CM value I think you will get 20. Okay, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെബിലിറ്റി നമ്പർ is 0.119 is equal to 20 divided by gamma saturated എത്ര കിട്ടിയത്? gamma saturated 18.5 into H. ഇത് ആരാണ് അൺനോൺ? H മാത്രമാണ് അൺനോൺ. H സോൾവ് ചെയ്തെടുക്കാം. H സോൾവ് ചെയ്തെടുക്കുമ്പോൾ 9.03 മീറ്റർ. ഓപ്ഷൻ സി. Next question നോക്കാം. A mild steel bar of square cross section 35 by 35 mm is
350 mm long. If it is subjected to longitudinal tensile stresses 400 Newton per mm square and lateral compressive stress of 240 Newton per mm square in perpendicular directions. If E is equal to 2 into 10 raised to 5 Newton per mm square, mu is equal to 0.3, what is the approximate elongation of the bar in the longitudinal direction? Volumetric strain related ആയിട്ടുള്ള പ്രോബ്ലം ആണ്. Okay, so what is longitudinal strain? Change in length by original length അല്ലേ? ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ നമുക്ക് x ഡയറക്ഷൻ ആണ്. x ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എപ്സിലോൺ x is equal to sigma x by e minus mu into sigma y by e. ഓക്കെ, അപ്പോൾ സിഗ്മ എക്സിന്റെ വാല്യൂ എത്രയാണ്? 400. 400 ഡിവൈഡഡ് ബൈ ഇയുടെ വാല്യൂ എത്രയാണ്? 2 into 10 raised to 5 മൈനസ് 0.3 ഇൻറ്റു lateral compressive stress ആണ്. സോ മൈനസ് ഇട്ട് കൊടുക്കുക. ഇനി മൈനസ് 240 ഡിവൈഡഡ് ബൈ 2 into 10 raised to 5. ഓക്കെ, അപ്പം സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് 1/2 into 10 raised to 5 പുറത്തെടുക്കാം. 400 plus 240 into 0.3 720 എന്ന് വരും. സോ നമുക്ക് 236 into 10 raised to minus 5 എന്ന് കിട്ടും. അതാണ് സ്ട്രെയിൻ്റെ വാല്യൂ അല്ലേ? 236 into 10 raised to minus 5 is equal to ചേഞ്ച് ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എത്രയാണ്? 350 mm ലോങ് ആണ് അല്ലേ? സോ അതിൽ നിന്ന് യു ഹാവ് ടു സോൾവ് ഫോർ ഡെൽറ്റ എൽ. ഡെൽറ്റ എൽ സോൾവ് ചെയ്തെടുക്കുമ്പം 0.83 mm എന്ന് വരും. ഓപ്ഷൻ ബി 0.83 mm. Next question, which of the following statement is correct? The flow mass curve is an integral curve of the hydrograph. Flow duration curve based on daily flow data will be steeper than a curve based on monthly flow data for the stream. Sequent peak algorithm is a technique used in the estimation of reservoir storage. All of the above. നോക്കാം. ഫ്ലോ മാസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹൈഡ്രോഗ്രാഫിന് ഇന്റഗ്രൽ കർവ് തന്നെയാണ്. ഫ്ലോ ഡ്യൂറേഷൻ കർവ് based on daily flow data will be steeper than a curve based, daily flow data ആണ് ഫ്ലോ ഡ്യൂറേഷൻ കർവിൽ നമുക്ക് സ്റ്റീപ്പർ ആയിട്ട് വരിക. Then sequent peak algorithm is a technique used in the ശരി റിസർവർ സ്റ്റോറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് sequent peak algorithm. All of the above. So ആൻസർ എന്തായാലും ഓപ്ഷൻ ഡി, all of the above. അടുത്ത ചോദ്യം, 2 jets strike the bucket of a Pelton wheel which is having shaft power as 15,450 kilowatt and water power as 22,810 kilowatt. If CV is 0.98, then overall efficiency of the turbine is. അപ്പം ഓവറോൾ എഫിഷ്യൻസി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഷാഫ്റ്റ് പവർ ബൈ വാട്ടർ പവർ അല്ലേ? ഓക്കെ, അപ്പോൾ ഷാഫ്റ്റ് പവർ ബൈ വാട്ടർ പവർ. ഷാഫ്റ്റ് പവറിന്റെ വാല്യൂ എന്താണ്? സോ എത്ര വരും? 67.73%. അടുത്ത ചോദ്യം, ഹൗ ഹൈ ഷുഡ് ഹെലികോപ്റ്റർ പൈലറ്റ് റൈസ് അറ്റ് എ പോയിന്റ് എ ജസ്റ്റ് ടു സീ ദ ഹൊറൈസൺ അറ്റ് എ പോയിന്റ് ബി? എത്ര ഹൈറ്റിൽ ഹെലികോപ്റ്റർ ഒരു പൈലറ്റ് ഫ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. ഡിസ്റ്റൻസ് എ ബി ഇസ് 32 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് ഹൈറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? 0.0673 d സ്ക്വയർ. ഡിസ്റ്റൻസ് 32 കിലോമീറ്റർ ആണ്. 0.0673 ഇൻറ്റു 32 സ്ക്വയർ. സോ ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും? 68.9. ഓപ്ഷൻ സി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അടുത്ത ചോദ്യം, which of the following statement is incorrect? During a braking test, a vehicle traveling at a speed, കുറച്ച് ലെങ്തി ആണ്, നമുക്ക് സ്കിപ്പ് ചെയ്യാം. കാര്യം നമുക്ക് ESC യുടെ ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് CBT 2 നോക്കിയാൽ മതി. CBT 1 ഇത്ര SSC ചോദിക്കത്തില്ല. A mild steel flat of width 120 mm and thickness 10 mm is bent into an arc of a circle of radius 10 meter by applying a pure moment m. If E is 200 gigapascal, then magnitude of the pure moment m. എമ്മിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. m/i is equal to എന്താണ് നമ്മുടെ ഇക്വേഷൻ? E/y ആണ്. m ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഇസ് E/y into i. ഇയുടെ വാല്യൂ എത്രയാണ്? നമുക്ക് 200 gigapascal. 200 into 10 raised to 3 ഡിവൈഡ് ബൈ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്നെസ് 10 mm ആണ്. സോ അതിന്റെ പകുതി. സോറി, E/r അല്ലേ? E/r. r എത്രയാണ്? നമുക്ക് 10 ആണ്. 10 into 10 raised to 3 into i. i കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ട്. pd3/12. അതായത് എന്താണ്? 120 into 10^12. സോ ചെയ്യുമ്പോൾ 2 into 10 raised to 5 Newton mm എന്ന് വരും. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, 2 jets strike the bucket of a Pelton wheel which is having shaft power as 15,450 kilowatt and water power as 22,810 kilowatt. If CV is 0.98, then overall efficiency of the turbine is.
Next question, which of the following statement is incorrect? Fluorides in water can be removed by activated alumina. Defluorination technique alumina treatment. Breakpoint chlorination is required to ensure free chlorine residuals for better disinfection. Then during water treatment process, propeller mixing unit have a detention period of 30 seconds. That's correct. 30 seconds is propeller mixing unit detention period. In flow sand filters as compared to rapid sand filters, effective size is less. Effective size is കൂടുതലാണ്. So that statement is also wrong. Option D wrong. Option C ആണ് correct. Sorry. നമുക്ക് question നോക്കാം ഒന്നുകൂടെ. Which of the following statement is incorrect ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഫ്ലൂറൈഡ്സ് ഇൻ വാട്ടർ ക്യാൻ ബി റിമൂവ് ബൈ ആക്ടിവേറ്റഡ് അലൂമിന. ആക്ടിവേറ്റഡ് അലൂമിന ചാർക്കോൾ ഒക്കെ വെച്ച് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പോയിന്റിന് ശേഷം ഫ്രീ ക്ലോറിൻ ഉണ്ടാവും. ആ ബ്രേക്ക് പോയിന്റ് ക്ലോറിനേഷന് ശേഷമാണ് നമ്മൾ ക്ലോറിനേഷൻ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് വെള്ളത്തിൻ്റെ ക്ലോറിൻ്റെ ചവയൊക്കെ കാണാൻ പറ്റുന്നതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ക്ലോറിൻ അവിടെ അവൈലബിൾ ആണ്. ദെൻ ഇവിടെ നമുക്ക് പ്രൊപ്പലർ 30 സെക്കൻഡ്സ് അല്ല ആക്ച്വലി കേട്ടോ, നമുക്ക് വരുന്നത് കുറച്ചുകൂടി കൂടുതൽ വാല്യൂ ആണ് വരിക, 30 സെക്കൻഡ്സ് അല്ല. Then flows and filters in effective size less ആണ്, uniformity coefficient more ആണ്. Uniformity coefficient ആണെന്ന് വായിച്ചു. The next question എന്ന് പറയുന്നത്, which of the following statement is not correct തന്നെയാണ്. Plasticity index of soil fraction passing through 420 micron ISU in case of sub-base or base pore should be less than 6. Correct ആണ് അല്ലേ? Then the amount of mechanical energy imposed on the aggregate during aggregate impactors is of the order of 6750 kilogram centimeter. അതല്ല, നമുക്ക് 7980 ആണ് കേട്ടോ, 7980 kilogram centimeter ആണ് വരിക. So this statement is wrong. In bituminous mixes, the minimum void requirements provide space for densification under bituminous mixിനകത്ത് minimum voids നമ്മൾ കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ ട്രാഫിക് മൂവ്മെന്റ് വരുമ്പോൾ ഡെൻസിഫിക്കേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. RT5 is the recommended grade of tar for grouting purpose. അതും കറക്റ്റ് ആണ്. The next question, a steel specimen of 10 mm diameter extends by 0.05 mm over a gauge length of 140 mm when subjected to an axial load of 8 kN. So same specimen undergoes a twist of 0.4 degree on a length of 140 mm over a twisting moment of 5 Newton meter. Then the value of elastic constant is G and mu. അപ്പോൾ നമുക്ക് ഇവിടെ ട്വിസ്റ്റിംഗ് മൊമെന്റും പറഞ്ഞിട്ടുണ്ട്, നോർമലുള്ള നമ്മുടെ ഡയറക്റ്റ് സ്ട്രെസ്സും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ജിന്റെയും മ്യൂവിന്റെയും വാല്യൂ ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആംഗിൾ ഓഫ് ട്വിസ്റ്റിന്റെ വെച്ചിട്ട് നമുക്ക് TL/GJ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അതിൽ തീറ്റ എന്ന് പറഞ്ഞാൽ 0.4 ഡിഗ്രി ആണ്. സോ 0.4 × π/180 നമുക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് വരും, 0.4 × π/180 is equal to ടോർക്ക് എത്രയാണ്, ട്വിസ്റ്റിംഗ് മൊമെന്റ് 5 ന്യൂട്ടൺ മീറ്റർ ആണ്. ഓക്കെ, ഇൻറ്റു ലെങ്ത് 140 mm divided by G into J ആണ്, that is 32. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് you will get the value of G. ജിയുടെ വാല്യൂ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ E കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, ഡെൽറ്റ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി PL/A ഉണ്ട്. ഇതിൽ നിന്ന് ഇയുടെ വാല്യൂ കണ്ടുപിടിക്കാം. സോ E is equal to PL/A ഡെൽറ്റ. പിയുടെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്, പിയുടെ വാല്യൂ ഇസ് ലോഡ് ഇസ് 8 kN, 8 × 10⁻³ into length 140 divided by area is 5/4 × 10² into E. അപ്പോൾ ഇതിൽ നിന്ന് ഡെൽറ്റ എത്ര നമുക്ക് തന്നിരിക്കുന്നത്, എക്സെസ് ബൈ 0.05 അല്ലേ, 0.05. അപ്പോൾ ഇതിൽ നിന്ന് E സോൾവ് ചെയ്യുക. ഇയും ജിയും കെട്ടിക്കഴിഞ്ഞാൽ E is equal to 2G × 1 + mu ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി വരും. ചെയ്ത് നോക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാത്സ് ദ ഫോളോയിങ് ആണ്. ടോർഷൻ, പ്ലെയിൻ ഓഫ് ബെൻഡിങ്, ഇമ്പൾസ്, ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ടോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ടോർഷനകത്ത് നമുക്ക് കിട്ടുന്ന മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണല്ലേ. സോ A2 വരുന്ന ഓപ്ഷൻ ആകെ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ തന്നെ ഓപ്ഷൻ ബിയിലേക്ക് പോകാം. പ്ലെയിൻ ഓഫ് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഷിയർ സെന്റർ ആണ് തരുന്നത്. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്, ടൈം ഇഫക്റ്റ് ഓഫ് ഫോഴ്സ്, പെട്ടെന്ന് ഉള്ള ഒരു ഫോഴ്സിന്റെ ടൈം ആണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ പ്ലെയിൻ മോഷൻ ആണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരിക. സോ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമ്മൾ ESCയുടെ പ്രീവൈക്യൂസ് ആണ് ചെയ്തത്, അതുകൊണ്ടാണ് ഇത്രയും ലെങ്തി വന്നത്. പക്ഷെ നമുക്ക് ഇത്രയും തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ റിവൈസ് ചെയ്യാം, കുറച്ച് ദിവസമേ ഉള്ളൂ. എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യാം. താങ്ക് യു.